ടീച്ചർ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഈ ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രേരിതമായി തന്നെ, പക്ഷേ അവർ ഈ രാഷ്ട്രീയ മുദ്ര കുത്തുന്നത് മറിച്ചാണെന്നേ ഉള്ളൂ. കാരണം ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് ക്ഷേത്രഭൂമിയിൽ പ്രവേശനം നിഷേധിക്കുന്നതിന് കാരണമായി ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ CPM നേതൃത്വത്തിലുള്ള ക്ഷേത്ര ഭരണസമിതി പറയുന്നത് ഈ പാർട്ടി പരിപാടികൾക്ക് ക്ഷേത്രഭൂമി വിട്ടു നൽകാനാകില്ല എന്നുള്ളതാണ്. ടീച്ചർ എങ്ങനെ പ്രതികരിക്കുന്നു? ഇതിൽ നമുക്കൊട്ടും അത്ഭുതമില്ല. ഇത് ആദ്യത്തേതുമല്ല, അവസാനത്തേതായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനും നിവൃത്തിയില്ല. കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം വെച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി ഭഗവാൻ എന്നാണോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതായോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നതായോ എന്റെ പരിമിതമായ അറിവിലില്ല. ഭഗവാന്റെ അവതാര ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത്. കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ഇവിടുത്തെ അമ്മമാരും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഭക്തി ആചാരപൂർവ്വം നടത്തിക്കൊണ്ടിരുന്ന ഒരു ചടങ്ങ് തന്നെയാണ് ശ്രീകൃഷ്ണ ജയന്തി എന്നുള്ളത്. അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജയന്തി എന്നുള്ളത്. ഇവിടെ കല്ലിൽ കടിച്ച് പല്ല് കളയുക എന്ന് കേട്ടിട്ടുണ്ട്. അതാണ് CPM ചെയ്യുന്നത്. CPM ഒരു പക്ഷേ ബാലഗോകുലം തുടങ്ങിയത് മുതൽ, അതുമല്ലെങ്കിൽ ഇവിടെ എവിടെയാണോ ഹിന്ദു അതിന്റെ സനാതന മൂല്യങ്ങൾ വീണ്ടെടുക്കാനുള്ള പരിശ്രമം നടത്തുന്നത് അന്ന് മുതൽ അതിനെ എതിർത്തിട്ടുണ്ട്. എതിർത്ത് എവിടെ എത്തി? അവർ ഉപ്പുവെച്ച കലം പോലെ ഇല്ലാതായി എന്നല്ലാതെ ഈ മുന്നേറ്റത്തെ, സനാതന ധർമ്മത്തിന്റെ ഈ വീണ്ടെടുക്കലിന് ഇല്ലാതാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും അവരാ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടെയുള്ള സാധാരണ ഹൈന്ദവ ഭക്തരുടെയാണ് ക്ഷേത്രം. CPM-ന്റെ അല്ല, BJP-യുടെ അല്ല, കോൺഗ്രസിന്റെ അല്ല, അവിടുത്തെ ഹൈന്ദവ ഭക്തരുടെയാണ്. അവർക്ക് ഭക്തി ആദരപൂർവ്വം ഒരു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ അവിടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനുള്ളതാണ് ക്ഷേത്രം എന്ന് അവർ വിചാരിക്കുന്നത്? ഇതെനിക്ക് അത്ഭുതപ്പെടുത്തിയിട്ട് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ഒരു ക്ഷേത്രത്തെ പറ്റി അനുഭവം എനിക്കറിയാം. വർഷങ്ങളായി ശ്രീകൃഷ്ണ ജയന്തിക്ക് വിലക്ക് കൊടുത്തിരുന്ന ആ ക്ഷേത്രത്തില് അവിടെ എന്താണ് പറയുന്നത്, ക്രിസ്മസ് കരോള് ക്ഷേത്രത്തിനകത്ത് കയറ്റി അവിടെ എല്ലാ വിധത്തിലും ക്ഷേത്രത്തിലെ തന്ത്രിയെ പൂജാരിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രിസ്മസ് കരോളിനെ വരവേറ്റും. ഇനി നബിദിന ഘോഷയാത്ര അവർ അനുമതി ചോദിച്ചാൽ ഞാൻ മുമ്പ് എന്ന് പറഞ്ഞ അവർ അത്ര ക്ഷേത്ര കമ്മിറ്റിയെ വിട്ടു. ക്ഷേത്ര കമ്മിറ്റികൾ അതിന് അനുവാദം കൊടുക്കും. കാരണം അവർക്ക് മതേതരത്വം ഈ മതേതരത്വം ഈ ഹൈന്ദവ ജനതയുടെ മാത്രം ബാധ്യതയായി മാറുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. തീർച്ചയായും ഹൈന്ദവ ജനതയുടെ മാത്രം ബാധ്യതയായി മാറുന്നു എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞത് നബിദിന ഘോഷയാത്രയെ സ്വീകരിക്കേണ്ടാന്നോ അല്ലെങ്കിൽ മറ്റുള്ള ക്ഷേത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമാകാത്ത കാര്യങ്ങൾ എന്തും ചെയ്തോട്ടെ, അതിന് നമ്മളൊന്നും പറയുന്നില്ല. ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനകത്ത് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, അതൊഴിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നതിന് നമ്മൾ എതിർക്കുന്നില്ല. പക്ഷെ അതൊക്കെ ചെയ്യുന്ന ക്ഷേത്ര കമ്മിറ്റിയാണ് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര കയറരുത് എന്ന് പറയുന്നത്. എങ്ങനെ ഇവർ കയറരുത് എന്ന് പറയുന്നത്? ഭക്തജനങ്ങൾ അവിടെ കയറി ഇവർ കരുത് എന്ന് പറയാൻ പറ്റൂ? കൃഷ്ണവേഷം കെട്ടിയ കുട്ടികളാകാം, അല്ലെങ്കിൽ രാധവേഷം കെട്ടിയ കുട്ടികളാകാം, ഒപ്പം നാമം ചൊല്ലി വന്ന അമ്മമാരാകാം. അവർ കയറി കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുക? ഇവർക്ക് ഏത് തരത്തിൽ അത് തടയാൻ സാധിക്കുക? ഒരു പക്ഷെ ഒരു പൊതുയോഗം നടത്തുന്നതാണ് അവർക്ക് പറയാൻ പറ്റുമായിരിക്കും. ഇവർ കയറണ്ടെന്ന് എങ്ങനെയാ അവർ പറയുക? അത് അവിടെ ഒരു സംഘർഷത്തിലേക്ക് വഴിവെച്ചാൽ ആരായിരിക്കും അതിന്റെ ഉത്തരവാദി? അപ്പൊ തീർച്ചയായും ഇവര് തീക്കൊള്ളി കൊണ്ട് തലചൊറിയാണെന്നേ പറയാനുള്ളൂ. ഇത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ കൂടുതൽ ശാക്തീകരിക്കേണ്ടതിന്റെ ബോധ്യം അവരിൽ ഉണ്ടാക്കുകയാണ്. CPM-നോട് നന്ദിയുണ്ട് നമുക്ക്. കാരണം അവിടെ ഇപ്പോൾ ഒരുപക്ഷെ ബാലഗോകുലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്ത ഹൈന്ദവ സമൂഹത്തിന് വരെ ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നലാണ് അവരിലുണ്ടാകുക. അപ്പോൾ CPM-ന്റെ ഇത്തരം പരിശ്രമങ്ങള് സനാതന ധർമ്മത്തെ ശാക്തീകരിക്കുന്നതിൽ കൂടുതൽ, ഇതുവരെ അത് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അവർക്കൊന്നും ഇല്ലാതൊക്കെ ഇപ്പോൾ വളരെ ചെറിയ തോതിൽ നമുക്കറിയാം അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളാണ് ബാലഗോകുലം പറന്നു വീണത്. അന്നു മുതൽ അതിനോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. ആ പിറന്നു വീണ കാലഘട്ടം മുതൽ അതിനോടൊപ്പം സഞ്ചരിച്ചയാളാണ് ഞാൻ. ബാലഗോകുലം നിത്യേന വളരുകയാണ്. ഓരോ സ്ഥലത്തും ബാലഗോകുലത്തിന്റെ ശാഖകൾ തുടങ്ങുകയും ശോഭായാത്രകൾ കൂടുതൽ ഭംഗിയായി നടക്കുകയാണ്. CPM-ന് എന്താ ചെയ്യാൻ സാധിച്ചത്? അവര് നിയമസഭയിൽ നിലവിളിച്ചിട്ടുണ്ട്. കുട്ടികളെ എന്താ പറയുക, ചില ഗെയിമിൽ കൊണ്ടുപോയി അധപതിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ളവർ അപമാനിച്ചിട്ടുണ്ട്. ഒപ്പം ശോഭായാത്ര നടത്തി നോക്കി. ഇതിന് പകരം ഇതേപോലെ തന്നെ ശോഭായാത്ര നടത്തി നോക്കി. പൗണ്ഡ്രക വാസുദേവൻ ഞാനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞ പോലെ നടത്തി നോക്കി. എന്നിട്ട് എന്തായി? ശ്രീകൃഷ്ണ ജയന്തി അത് നടത്തേണ്ടവർ ആരാണ് എന്ന് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് അറിയാം. അവരതിന് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഭരിക്കുന്ന ക്ഷേത്രത്തിലെ അവർക്ക് സ്ഥാനം നൽകാതിരിക്കാൻ പറ്റൂ? ഇവിടുത്തെ ജനമനസ്സിൽ ബാലഗോകുലവും ശോഭായാത്രകളും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവും ഒക്കെ ഉണ്ടാക്കി അവർ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതില്ലാതാക്കാൻ CPM-ന് സാധിക്കില്ല. CPM-ന് ആ മനസ്സിലുള്ള സ്ഥാനം ജനങ്ങളെടുത്ത് പുറത്തു കളയും എന്ന് മാത്രമേ. ടീച്ചർ അത് തന്നെയാണ്. ടീച്ചർ ഒറ്റ കാര്യം കൂടി, കാരണം നമുക്കറിയാം ഇത് ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു വികാരമാണ്. പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അത് മാത്രമല്ല ഇതര മതസ്ഥർക്കും. കഴിഞ്ഞ തവണ കോഴിക്കോട് ജില്ലയിൽ നമുക്കറിയാം ദിവ്യാംഗനായ ഒരു ചെറിയ കുഞ്ഞ് ശ്രീകൃഷ്ണ വേഷം കെട്ടിക്കൊണ്ട് ആ ഒരു ശോഭായാത്രയിൽ പങ്കെടുക്കുന്ന അതിൻ്റെ ഫോട്ടോയൊക്കെ എൻ്റെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചർ പറഞ്ഞതുപോലെയാണ് ഹൈന്ദവ സമൂഹത്തിന് ഒരു പക്ഷേ ഒരു കൂടുതൽ ഒരു പ്രചോദനം നൽകും ഇത്തരം നമ്മുടെ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാൻ. മാത്രമല്ല ഇതര മതസ്ഥർ കൂടി വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ടീച്ചർ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അത് കൃത്യമായ പോയിന്റാണ്. തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ് CPM എന്നുള്ളത്. തീർച്ചയായും CPM ഇത് കാരണം അവർ ചെയ്യുന്നത് ഹിന്ദുത്വത്തിന്റെ വളർച്ചയെ തടയാമെന്നുള്ളതാണ്. അവർ വളർത്തുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ
അവർ വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു വളരെ അവിടുത്തെ ഹൈന്ദവ സമൂഹം തീർച്ചയായും വളരെ ധൈര്യപൂർവ്വം അത് നടത്തും എന്ന് തീരുമാനിച്ചാല് എല്ലാ ഹൈന്ദവ സംഘടനകളും അവരുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് കുട്ടികളുടെ പരിപാടി ആയതുകൊണ്ട് നമുക്ക് ചില പരിമിതികളുണ്ട്. മാത്രമല്ല ഇത് ഒരു സമൂഹത്തോടൊരു സംഘർഷ അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് നടത്തേണ്ടുന്ന ഒരു പരിപാടിയാണ് എന്ന് ബാലഗോകുലം വിശ്വസിക്കുന്നില്ല. അതല്ല, അവിടുത്തെ അമ്മമാര് അവിടുത്തെ കുട്ടികൾ അവിടെ കയറി തന്നെ ചിലൊരു ആ ക്ഷേത്രത്തിൽ കയറി തന്നെ അത് നടത്തണം എന്ന് തീരുമാനിച്ചാൽ ഒരു സംശയവും വേണ്ട, CPM-ന്റെ ആഭ്യന്തര വകുപ്പോ CPM-ന്റെ ശരിക്കും പറഞ്ഞാൽ മറ്റേ ഗുണ്ടാപ്പടയോ ഒന്നും വിചാരിച്ചാലും അതിനെ തടയാൻ സാധിക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മൂന്നരപ്പേരാ. അതെ ടീച്ചർ, പക്ഷേ ഇത് പിടിച്ചെടുക്കേണ്ടതല്ലല്ലോ അല്ലേ? കാരണം ഇത് അവകാശമാണ്. അങ്ങനെയാണെങ്കിൽ കൂടി പിടിച്ചെടുക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരു ചെറിയ വിഭാഗം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള നിബന്ധനകളൊക്കെ വെക്കുന്നു എന്ന് കൂട്ടിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ശോഭായാത്ര അതിന്റെ സംഗമം ഈ ക്ഷേത്രഭൂമിയിൽ നിന്ന് വിട്ടുമാറി മറ്റൊരിടത്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ സംഘാടകർ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്, ബാലഗോകുലത്തിന്റെ സംഘാടകർ. ഭക്തിയുടെയും ആചാരത്തിന്റെയും തലത്തിലാണ് നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളതൊരു പിന്മാറ്റമല്ല, നമ്മളെ സംസ്കാരം എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. CPM-നെ അങ്ങനെ തന്നെയാണ് ഒരു പാഠം അവിടെ പഠിപ്പിക്കേണ്ടത്. ഒരു എല്ലാ വർഷത്തേക്കാളും ഗംഭീരമായ ശോഭായാത്ര അവിടെ നടക്കും. ശരി ടീച്ചർ, വളരെയധികം നന്ദി പ്രതികരണത്തിന്.